പാണ്ഡവരില്ലാതായാൽ നീ രാജാവാകുമെന്നത് ഉറപ്പല്ലേ? തീർച്ചയായും. അപ്പോൾ നിന്റെ പിതാവിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയല്ലേ? ശകുനി അമ്മാവൻ പറഞ്ഞ വഴി നിന്റെ പിതാവിന്റെ ആഗ്രഹത്തിലേക്കുള്ള പാതയല്ലേ? കർണന്റെ വാക്കുകൾ ദുര്യോധനന്റെ മനസ്സിൽ ചുഴലിക്കാറ്റ് പോലെ പടർന്നു. രാജ്യാധികാരത്തിന്റെയും പിതൃസ്നേഹത്തിന്റെയും വിശുദ്ധമായ വികാരങ്ങൾ അയാളുടെ ഉള്ളിൽ കുതറി. മറുപടി ഒന്നും പറയാനാകാതെ കനത്ത മനസ്സോടെ അയാൾ അവിടെ നിന്നും നടന്നകന്നു. ആ ഒരു ആലോചനയിൽ തന്നെ അയാൾ ആഴ്ന്നിറങ്ങി. അയാൾ ഈ അഭിപ്രായത്തിന്റെ ദൂഷ്യഫലങ്ങൾ ആലോചിക്കാൻ തുടങ്ങി. ഭീഷ്മ പിതാമഹൻ എല്ലാം മനസ്സിലാകും. ഇതിന് പിന്നിൽ ഞാനാണെന്ന് തീർച്ചയായും അദ്ദേഹം ഊഹിക്കും. ആ കാരണം കൊണ്ട് ഭരണകാര്യങ്ങളിൽ നിന്ന് തന്നെ മാറി നിൽക്കാൻ വരെ സാധ്യതയുണ്ട്. അത് ഹസ്തിനപുരത്തെ ബാധിക്കും, പിതാവിനെ ബാധിക്കും. മാത്രവുമല്ല, പിതാവും നമ്മെ സംശയിക്കും. ആ ചെറിയൊരു സംശയം ബന്ധത്തിൽ വലിയൊരു വിള്ളൽ തന്നെ ഉണ്ടാക്കും. എന്തുകൊണ്ടും ഈ ഒരു സംഭവം എല്ലാവരെയും മോശം രീതിയിൽ തന്നെ ബാധിക്കും. ദിവസങ്ങൾ കടന്നുപോയി. നക്ഷത്രങ്ങൾ ഉദിച്ചും അസ്തമിച്ചും കൊണ്ടിരുന്നു. അയാൾ ആരോടും മിണ്ടിയില്ല. ഭക്ഷണം പോലും വേണ്ടെന്ന് വെച്ചു. മനസ്സിന്റെ ഇരുണ്ട ഇടനാഴികളിലൂടെ അയാൾ സഞ്ചരിച്ചു. ഒടുവിൽ നീണ്ട നാളത്തെ ആന്തരിക സംഘർഷത്തിനു ശേഷം ദുര്യോധനൻ ശകുനിയെ തേടിയെത്തി. അയാളുടെ കണ്ണുകളിൽ ഒരു തീരുമാനത്തിന്റെ കനൽ തിളങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് സമ്മതമാണ്.